പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ ഇത്തവണ സ്വർണ്ണ മെഡൽ പ്രതീക്ഷയിലാണെന്ന് മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ് പറയുന്നു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം ഈ കാര്യം നമ്മോട് പങ്കുവച്ചത്. കഴിഞ്ഞ തവണ മെഡൽ നേടാനായത് തനിക്ക് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകി. പരിചയസമ്പത്തുള്ള ടീമാണ് ഇന്ത്യക്കായി കോർട്ടിലിറങ്ങുന്നതെന്നും ശ്രീജേഷ് 24നോട്. ഇന്ത്യൻ ഹോക്കി താരവും മലയാളികളുടെ അഭിമാനവുമായ PR ശ്രീജേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഒളിമ്പിക്സ് അടുത്തെത്തി, അതിൻ്റെ പരിശീലനം ഉൾപ്പെടെ നടക്കുകയാണ്. കഴിഞ്ഞ തവണ ഏറെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യ മെഡൽ നേടി. എന്താണ് ഈ തവണത്തെ ഒരു പ്രതീക്ഷകൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ബെറ്ററായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രിപ്പറേഷൻ ഇതിൽ ലാസ്റ്റ് ഫേസാണ് നടക്കുന്നത്. ഇനിയിപ്പം ഒരു സെഷൻ മൺഡേ മോർണിംഗോട് ഒരു സെഷനോടെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം മൺഡേ ഈവനിങ് പോകുവിടുന്ന ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡിൽ ഒരു ടീം ബോണ്ടിങ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഏകദേശം 3 ദിവസം. അതിനുശേഷം ടീം ഹോളണ്ടിൽ പോയിട്ട് അവിടെ ഒരു 10-12 ദിവസം ട്രെയിനിങ് പീരീഡും അതിനിടയ്ക്ക് തന്നെ രണ്ടോ മൂന്നോ പ്രാക്ടീസ് മാച്ചസും കളിക്കും. പിന്നെ അതിനുശേഷം നേരെ പാരീസ് വില്ലേജിൽ പോകുന്നു. 27-ാം തീയതി ഫസ്റ്റ് മാച്ച്. ഇത്തവണത്തെ എങ്ങനെയുണ്ട് സ്ക്വാഡ്? എങ്ങനെയുണ്ട്? യങ്സ്റ്റേഴ്സും അതോടെ സീനിയർ താരങ്ങളെല്ലാം ഒരു മിക്സ്ഡ് ആണോ? എങ്ങനെയാണ് സ്ക്വാഡ്? കഴിഞ്ഞ ഒളിമ്പിക്സിൽ കളിച്ച 11 പേര് ഇത്തവണ ടീമിലുണ്ട്. 5 പേര് പുതുതായിട്ട് ഡെബ്യൂട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ലാത്തൊരു ടീമാണ് ഇത്തവണ നമുക്കുള്ളത്. കാരണം 11 പേര് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ടീമിന്. പക്ഷേ 16 പേരും ഈക്വലായിട്ട് കളിച്ചാൽ മാത്രമാണ് ഒളിമ്പിക്സ് പോലുള്ളൊരു ഈവൻറ്റിൽ നമുക്ക് ടോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. എല്ലാ മത്സരങ്ങളും നിർണായകമായിരിക്കും. പക്ഷേ ആരായിരിക്കും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക? എന്താണ് അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂളിനകത്ത് ടഫായിട്ട് 2 ടീം, ഒന്ന് ഓസ്ട്രേലിയയും പിന്നെ ഒന്ന് ബെൽജിയമാണ്. കാരണം അവർ രണ്ടും പക്ഷേ നമുക്ക് കിട്ടുന്നത് ഏറ്റവും അവസാനത്തെ ലീഗ് റൗണ്ട് മാച്ചസിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ടഫ് ചലഞ്ച് ആയിരിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ 3 മാച്ചുകളിൽ നിന്നും പറ്റാവുന്നത്ര മാച്ചുകൾ ജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് ഒരു കോട്ട നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനുശേഷം ഓസ്ട്രേലിയയും ബെൽജിയമായിട്ടും ഏറ്റവും നന്നായിട്ട് കളിക്കുക, പറ്റുവാണെങ്കിൽ തന്നെ വിജയിക്കുക. അവരുമായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് നിർണായകമായിരിക്കും. കഴിഞ്ഞ തവണ വെങ്കല മെഡൽ നേടി. ഇത്തവണ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഹോക്കിയിലുണ്ട്. അപ്പം പൊതുവേ ഒളിമ്പിക്സിൽ ഹോക്കി ആണ് ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ ഇനങ്ങളിലൊന്ന്. അപ്പം ഈ വെങ്കലം എന്നുള്ളത് സ്വർണത്തിലേക്കൊക്കെ ഉറപ്പായിട്ടും അത് അങ്ങനത്തെ ഒരു ലക്ഷ്യം നമുക്ക് എന്തായാലും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് വെച്ചിട്ടും അതിനേക്കാളും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വർഷത്തിൻ്റെ ടീമിനൊരു മുതൽക്കൂട്ടാണ്, ഒരു അഡ്വാൻറ്റേജ് ആണത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നൊരു കാര്യം. എന്തായാലും ബെസ്റ്റ് വിഷസ്. ഓക്കെ, എന്തായാലും ഇന്ത്യൻ ടീം വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ വെങ്കല മെഡലാണെങ്കിൽ അത് ഇത്തവണ അത് സ്വർണത്തിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് ഇന്ത്യൻ ടീം പങ്കുവെക്കുന്നത്. അതിനെയാണ് PR ശ്രീജേഷും പങ്കുവച്ചത്. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഓക്കെ, താങ്ക് യു PR ശ്രീജേഷ്. താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും. ഒളിമ്പിക്സിൽ പോയി അടിച്ച് കയറി വാ, അതാണ് നമുക്ക് പറയാനുള്ളത്. റീന സതീശൻ പറയുന്നു, ശരത് സാർ ലൈവാണോ എങ്കിൽ അദ്ദേഹത്തിൻ്റെ സുധാമന്ത്രം ഒരു ലൈൻ പാടാൻ പറയുമെന്ന് ചോദിക്കാം. പക്ഷേ നമുക്ക് അദ്ദേഹം ലൈവിൽ പാടില്ല മീൻസ് ലൈവിലല്ല, ഇത് റെക്കോർഡർ പ്രോഗ്രാമാണ്. റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് നന്നായിട്ട് മനോഹരമായിട്ട് എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണ് ഈ രാഗഭാവം.